ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച നിരവധി ആക്രമണങ്ങൾ ഗാസയിലും ലബനനിലും സിറിയയിലും മാത്രമല്ല യമനിൽ പോലും നടത്തിയ രാജ്യമാണ് ഇസ്രായേൽ. ഇതിന് 1,00,000-ഓളം പേർ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തിന് ഇരയായ മറ്റ് രാജ്യങ്ങളിലും ആയിരങ്ങൾ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കവുമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. ലോകത്തെ ഒരു ശക്തിക്കും തങ്ങളുടെ സൈനിക നീക്കത്തെ തടയാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലിന്റെ സുപ്രധാന സൈനിക രഹസ്യങ്ങളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രഖ്യാപിത ശത്രുവായ ഇറാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരക്കണ്ണുകളെ കബളിപ്പിച്ചുകൊണ്ട് രഹസ്യരേഖകൾ ചോർത്തിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആണവ പദ്ധതികളുമായും മറ്റ് സൈനിക നീക്കങ്ങളുമായും സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇസ്രായേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് പുറത്തുവിട്ടത്. മുൻപ് ഇസ്രായേലി ആണവ ഗവേഷണത്തിന് നേരെ ഇറാൻ നടത്തിയ സൈബർ ആക്രമണത്തിനിടയിലാണ് ഈ രേഖകൾ റാഞ്ചിയത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് സംഘർഷത്തിന്റെ വക്കോളമെത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലിൽ നിന്നും കണ്ടെത്തിയ രേഖകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് ഗണ്യമായ സമയമെടുത്തിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായിട്ടും അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയുമായുള്ള ആണവ കരാറിന് സമ്മതമല്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ റഷ്യ നിലപാട് ഘടിപ്പിച്ചതോടെ ഇത്തരമൊരു നീക്കത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് ഇടപെട്ടാണ് തടഞ്ഞിരുന്നത്. ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് ഇസ്രായേലിന് നൽകിയിരുന്നത്. മാത്രവുമല്ല, കടൽ മാർഗങ്ങളിലുള്ള ലോക വ്യാപാരവും നിലയ്ക്കും. ഇപ്പോഴും കടൽ മാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ ഒന്നും മുങ്ങിപ്പോകാതെ കഷ്ടിച്ചാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ രക്ഷപ്പെട്ടത്. എന്ത് തന്നെ സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നത് തന്നെയാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് 100% വിരുദ്ധമാകുമെന്നും തിരിച്ചറിഞ്ഞതാണ് ഇത്തരമൊരു നിലപാട് ഇറാൻ സ്വീകരിക്കാൻ കാരണം. ആണവായുധം സ്വന്തമാക്കുന്നതിന്റെ അടുത്തു നിൽക്കുന്ന ഇറാൻ ഏതു നിമിഷവും അത് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇറാന് മേൽ കൂടുതൽ ആരോപണം ഏർപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും. നിലവിൽ ഉപരോധങ്ങൾക്ക് പുറമെ ഇറാന്റെ ദേശീയ ടങ്കർ കമ്പനിയുമായിട്ട് ബന്ധമുള്ള കുറഞ്ഞത് 2 കമ്പനികൾ ഉൾപ്പെടെ 10 വ്യക്തികളുടെയും 27 സ്ഥാപനങ്ങളുടെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെയോ ചെറുതായിട്ട് പോലും ഒലിച്ചിട്ടില്ല. അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ഉത്തര കൊറിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാന്റെയും തീരുമാനം. ഇറാൻ ആക്രമിക്കാൻ ഇസ്രായേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും മാറ്റുമെന്നതാണ് ഇറാൻ സൈനിക നേതൃത്വവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ വെല്ലുവിളി മാരകമായ ആയുധങ്ങൾ അവർ അതിനകം തന്നെ വികസിപ്പിച്ചെടുത്തതിന്റെ സൂചനയായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികളും വിലയിരുത്തുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഹൂതികൾ അയച്ച നിരവധി മിസൈലുകൾ സമീപകാലത്ത് ഇസ്രായേൽ പതിച്ചിട്ടുള്ളതിനാൽ ഇസ്രായേലിനും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത്.